ആഹാ, എല്ലാരും ഇറങ്ങി വന്നല്ലോ. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം. സത്യത്തിൽ എന്താ സുദേവ നിങ്ങളുടെ ഒക്കെ ഉദ്ദേശം? എന്താ മാഡം? എന്റെ മകൻ സൂര്യ ഒരാൾക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ അബദ്ധം കാണിച്ചു. അവൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തനിക്കറിയാം, തന്റെ മക്കൾക്കറിയാം, ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാരും കൂടെ കേറി വരുമ്പോഴേ സൂര്യ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നതും സ്നേഹത്തോടെ സംസാരിക്കുന്നതും നിങ്ങൾ ഇഷ്ടായിട്ടാണെന്ന് കരുതിയോ? ഒരിക്കലും അല്ല. നിങ്ങളെ പോലുള്ള ഒരു കുടുംബത്തിന്റെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല, തോളിൽ കൈയിട്ട് നടക്കില്ല. കാരണം അവൻ ഇവിടെ ജനിച്ചവനാ. അവനെ ഞാൻ പ്രസവിച്ചതാ. എപ്പോഴും അവൻ മമ്മിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നതും. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലടോ തനിക്ക്. അല്ല, ഇപ്പൊ ഇവിടെ എന്താ സംഭവം? സുദേവന്റെ മകള് അടുക്കളയിൽ, സുദേവനും സുദേവന്റെ അമ്മയൊക്കെ അങ്ങ് മുറികളിൽ. സുദേവനും കുടുംബവേ എന്റെ കുടുംബം കീഴടക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണെന്ന് ഞാൻ പറഞ്ഞ അത് തെറ്റാവോ സുദേവ? ദൈവത്തിനാണ് അങ്ങനെയൊന്നും ഞങ്ങൾ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. പിന്നെ എന്തിനാണോ നിക്കുന്നേ? ഇറങ്ങി പൊക്കൂടെ? നിങ്ങളിൽ ഒരാളെ പോലും ഞങ്ങളുടെ കണ്ണിന് നേരെ കണ്ടുപോകരുത്. ഇതിലും കൂടുതൽ വ്യക്തമായിട്ട് എങ്ങനെയാണോ പറയുന്നേ? ഇതിപ്പോ പറയാൻ നിൽക്കുന്നുണ്ടല്ലേ? ആന്റി ഒരു വാക്ക് പറ. പിടിച്ചോണ്ട് എല്ലാത്തിനെയും പോയി ഗേറ്റിന്റെ വെളിയിലിടാ ഞാൻ. ആദ്യം ഇയാളുടെ കാരണക്കുറ്റി നോക്കി. എന്റെ അച്ഛനൊന്നും ചെയ്യരുത്. അത് ചിലപ്പോ എനിക്ക് സഹിച്ചൊന്നും വരില്ല. അതിനി ആര് തന്നെ പറഞ്ഞാലും. ആര് പറഞ്ഞാലും നിനക്ക് സഹിക്കില്ല? അല്ല, നിനക്ക് ശബ്ദം ഉയരോ? കൈ ഉയരോ? എന്നാ എനിക്കതൊന്ന് കാണണമല്ലോ. നിന്റെ ഈ നിൽക്കുന്ന അച്ഛൻ എന്താടി അയാളുടെ ക്വാളിഫിക്കേഷൻ? എന്താടി അയാളുടെ ക്വാളിറ്റി? സ്വന്തം മകളെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഏതോ ഒരുത്തൻ താലി കെട്ടിയപ്പോ അയാളുടെ കൂടെ മോളോട് പോയി പുറത്തോളം പറഞ്ഞിരിക്കുന്നു. ഈ വീട്ടിലുള്ള ആർക്കും ഇവളെ ഇഷ്ടയില്ലെന്ന് പറഞ്ഞിട്ടും തിരിച്ചു വിളിച്ചോണ്ട് പോവാതെ എന്നെങ്കിലും ഒരിക്കൽ അവള് മഹാറാണിയായിട്ട് ഒരുങ്ങി വരുന്നത് കാത്തിരിക്കുന്നതാണോ? ഓ, ഇതിനേക്കാളൊക്കെ നല്ലതേ ഇതൊക്കെ വേറെ ഏതെങ്കിലും പണി ചെയ്ത് ജീവിക്കുന്നതാ. കൂടുതൽ പറഞ്ഞാൽ എന്റെ നാവ് വൃത്തികേടാവും. എന്റെ കുടുംബത്ത് എനിക്ക് ഇഷ്ടമല്ലാത്തവർ അലഞ്ഞു നടക്കുന്നത് ഞാൻ സമ്മതിക്കില്ല.